നമ്മളെ ആട് മാഞ്ചത്തിന്റെ കാര്യം പറയാനൊക്കെ ഉണ്ടായല്ലോ. നമ്മൾ എങ്ങനെ പോയാലും ഒരു 400 കൊടുക്കാണ്ട് 1 കിലോ ബ്രാലി നമുക്ക് കിട്ടില്ല. നമ്മൾ മൊത്തമായിട്ട് എടുക്കുന്നുണ്ട്. വലിയ കുഞ്ഞുങ്ങളിടാണെങ്കിൽ നമുക്ക് 5 മാസം കൊണ്ട് വേണമെങ്കിൽ എടുക്കാം. കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ലക്ഷ്യങ്ങൾ നേടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മത്സ്യമാണ് നമ്മുടെ വരാൽ മത്സ്യങ്ങൾ. കണ്ടോ, ഞാനിപ്പോൾ നമ്മുടെ മേക്കര ഫിഷ് ഹാച്ചറിലാണ്. ഇതിപ്പം ഒരു 5 ഇഞ്ച് വലിപ്പമൊക്കെ ഉള്ള നമ്മൾ ഗ്രേഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വരാൽ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ ഹാച്ചറി കൊടുക്കുന്ന തന്നെ പല വലിപ്പത്തിലുണ്ട്. 3 ഇഞ്ച്, 4 ഇഞ്ച്, 5 ഇഞ്ച്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലാണ് വേണ്ടി അത്രയും വലിപ്പത്തിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിപ്പോൾ നമുക്ക് തമിഴ്നാട്ടിലൊരു ഫിഷ് ഫാമിലോട്ട് പോകാൻ വേണ്ടി ഒരു കർഷകന് പോകുന്ന ഒരു മത്സ്യമാണ്. നമ്മളത് ഗ്രേഡ് ചെയ്ത് അപ്പോൾ പുള്ളിക്കാരൻ ഒരു 5 ഇഞ്ച് വലിപ്പത്തിലുള്ള മത്സ്യങ്ങൾ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ ഇവിടുത്തെ നമ്മുടെ അനൂബ്രോ ഇങ്ങനെ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള വരാൽ കുഞ്ഞുങ്ങളെ, വരാൽ കുഞ്ഞുങ്ങളുടെ അറിയാലോ, നമുക്കൊരു 5 മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വരുമാനം കിട്ടുന്ന ഒരു മത്സ്യമാണ് വരാൽ കുഞ്ഞുങ്ങൾ എന്നുള്ളത്. നമുക്കൊരു 1 സെന്റ് സ്ഥലം മതി, അതിനകത്ത് തന്നെ നമുക്ക് 1000 എണ്ണം വരെ നമുക്ക് ഹൈ ഇന്റൻസിറ്റി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും. അതുപോലെ തന്നെ ഇവർ തന്നെ നമുക്ക് വളർന്ന് വലുതാക്കി നിങ്ങൾക്ക് വിൽപ്പനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ കുഞ്ഞുങ്ങളെ തിരിച്ചെടുക്കുന്നുണ്ട്. മാത്രമല്ല കുറഞ്ഞ ചിലവിൽ പ്രോട്ടീൻ കണ്ടന്റ് ധാരാളമുള്ള തീറ്റ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരാൽ മത്സ്യം എങ്ങനെ കറക്റ്റായിട്ട് ശാസ്ത്രീയമായിട്ട് വളർത്താം എന്ന് വരെ ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലങ്ങളുണ്ട്, തരിശായ സ്ഥലങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ കുളങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഡീഷണൽ വരുമാനമല്ല, നല്ല ഒരു വരുമാനം നേടണമെന്നുണ്ടെങ്കിൽ മേക്കര ഫിഷ് ഫാമുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഗവൺമെൻറ് അംഗീകൃത ഹാച്ചറിയാണ് നമ്മുടെ മേക്കര ഫിഷ് ഹാച്ചറി എന്നുള്ളത്. ഇതിപ്പം വരാൽ മാത്രമല്ല, നമുക്ക് ആസാം വാള, അതുപോലെ തന്നെ നമ്മുടെ കരിമീൻ, അതുപോലെ തന്നെ കാർപ്പ്, ആസാം വാള, അങ്ങനെ എല്ലാവിധ മത്സ്യങ്ങളും നമ്മുടെ ഈ ഒരു ഫാമുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സിഡിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ മത്സ്യകൃഷിയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഫിഷറീസ് വകുപ്പിൻ്റെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മേക്കര ഫിഷ് ഹാച്ചറിയിലെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇന്ത്യയിൽ എവിടെ ആയാലും നമ്മൾ ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് വെളിയിലായാലും നമ്മൾ എത്തിച്ചു കൊടുക്കുക സംവിധാനമുണ്ട്. അതിൻ്റെ ഫാം ലൈസൻസും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു ഫാമാണ് മേക്കര ഫിഷ് ഹാച്ചറി. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ അനുഭവം നമുക്ക് പറഞ്ഞുതരും. ഇതിലിപ്പോൾ നമുക്ക് 10-25,000 കുഞ്ഞുണ്ടോ ഈ ഒരു ടാങ്കിനകത്ത് മാത്രം. അതെ, 1 കിലോ വരാൽ മേടിക്കാൻ പോയി എത്ര രൂപയാണെന്നുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് 300 വെച്ച് നമുക്ക് കിലോന് കിട്ടുന്നുണ്ട്. ആവശ്യക്കാർ കുറയില്ല, ഒരിക്കലും കുറയില്ല. എന്ന് വെച്ചാൽ അതിനുള്ള പ്രൊഡക്ഷൻ ഇല്ലല്ലോ. കർഷകരുടെ മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ ഇതെങ്ങനെ വിൽക്കണം എന്നുള്ള ഒരു കാര്യം മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ അതാതുള്ള മാർക്കറ്റുകളിൽ കൊണ്ടുകൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് 300 അല്ല 350 വെച്ച് കിട്ടുന്നുണ്ട്. അതോടൊപ്പം ഇതിന് വളർത്താനുള്ള കൈത്തീറ്റ, അതായത് ഈ വരാൽ ഏത് കൃഷിയായാലും നമുക്ക് തീറ്റ കോസ്റ്റ് കുറച്ച് ചെയ്യുമ്പോഴാണ് അത് ലാഭകരമാവുന്നത്. അപ്പം എന്താ വെച്ചാൽ തീറ്റ കോസ്റ്റ് കുറച്ച് വരാലിനെ എങ്ങനെ വളർത്തിയെടുക്കുന്നു. ഇപ്പം ഇന്നലെ എൻ്റെ അടുത്തൊരു ടീം വന്നിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഫുൾ ലാഭമാണ്. ഏകദേശം ഒരു മീൻ വലുതായി വരാൻ നമുക്ക് ചിലവ് വരുന്നത് ഒരു 100 രൂപയുടെ അടുത്ത വരുന്നുള്ളൂ. നമുക്കൊരു 150 രൂപ ലാഭം കിട്ടിയാലും മതി. 250 രൂപ കിട്ടിയാലും നമുക്ക് ലാഭം തന്നെയാണ്. നമ്മൾ തീറ്റ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ സ്കട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ തീറ്റയാണ് സ്റ്റാർട്ടിങ്. അത്രയും തീറ്റയില് നല്ല ഇപ്പൊ നിൽക്കുന്നതിൽ ക്വാളിറ്റി കൂടിയ തീറ്റ സ്കട്ടിംഗ് ആണ്. അപ്പൊ ആ തീറ്റയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വരാലിന്. അപ്പൊ അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഇത്രയും ക്വാളിറ്റിയിൽ വളർച്ച കിട്ടുന്നത്. പുറമെന്ന് വാങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത്രയും വളർച്ച കിട്ടില്ല. ഇന്നലെ എൻ്റെ അടുത്ത് നിന്ന് വേറൊരു ഹാച്ചറിയിൽ നിന്ന് വാങ്ങിയ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അവര് 8 മാസമായി ഇപ്പോഴും മീൻ 1/2 കിലോ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അവർ മീൻ കുഞ്ഞുങ്ങൾ തന്നെ മാറ്റാണ്. ഇതുപോലുള്ള കുഞ്ഞുങ്ങളല്ല അവിടെ. ഇത് പക്ക വിയറ്റ്നാമാണ്. വിയറ്റ്നാം ബ്രീഡ്, ഒറിജിനൽ ബ്രീഡാണിത്. ഒന്ന് സീഡ് നല്ലതായിരിക്കണം, കുഞ്ഞ് നന്നായിരിക്കണം. നമ്മുടെ മീനാണ് ഏറ്റവും കൂടുതൽ റെക്കോർഡ് വളർച്ച കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് കണ്ടത്. ഇതുപോലെ വാട്ടർ ചേഞ്ചിങ് ഡെയിലി ചെയ്യണം. എന്നാൽ മാത്രമേ ഈ സീഡിന് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ലാബ് ടെസ്റ്റ് ചെയ്തുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാ മാസവും ലാബ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫിഷറീസ് ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് സബ്സിഡി എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഫിഷറീസ് അപ്പോൾ അതിനുള്ള ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹാച്ചറിയും കൂടിയാണ് നമ്മുടെ. കുഞ്ഞുങ്ങളൊക്കെ തരുന്നതോടൊപ്പം തന്നെ ഇതിന്റെ സബ്സിഡിക്ക് അർഹമായിട്ടുള്ള ബില്ലും നമ്മൾ തരുന്നുണ്ട്. ഡെലിവറി നമുക്ക് ഇവിടെ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. ഓൾ ഇന്ത്യ അല്ല, നമുക്ക് എവിടെ ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ പുറം രാജ്യങ്ങൾക്ക് വേണമെങ്കിലും നമുക്ക് എത്തിക്കാനുള്ള സൊല്യൂഷൻ ഉണ്ട്. ആർക്കെങ്കിലും ആഗ്രഹമുണ്ട്, പുറത്ത് ഫാം ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കാനുള്ള സൊല്യൂഷൻ എൻ്റെ അടുത്ത് എല്ലാ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്.